ഷിരൂർ തിരച്ചിൽ അല്പം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഡ്രഡ്ജർ തിരച്ചിൽ തുടങ്ങാൻ വേലിയിറക്ക സമയമാകണം, ഉച്ചയ്ക്ക് ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 മണിയോടെ തിരച്ചിൽ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയ്ക്ക് ഈശ്വർ മാൽപേ ജില്ലാ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഒക്കെ അഭിലാഷുണ്ട്. അഭിലാഷ്, ഇപ്പോൾ അവിടെ ശണ്ട കൂടി തുടരാൻ താല്പര്യമില്ല എന്നാണല്ലോ ഈശ്വർ മാൽപേ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇനി അവിടെ ഒരു ഡൈവിംഗ് തിരച്ചിലിന് സാധ്യതയില്ല എന്നാണ് അർജുൻ്റെ ബന്ധു ജിതിൻ തന്നെ പറയുന്നത്. ഇനി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനെ സാധ്യതയുള്ളൂ എന്നാണ് അവരുടെയും വിലയിരുത്തൽ. ഒരുപക്ഷെ അതായിരിക്കുമോ അദ്ദേഹത്തോട് കയറി വരാൻ ആവശ്യപ്പെട്ടത്? ഒരു പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഈശ്വർ മാൽപേയുമായി ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് ഇന്ന് പുഴയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ചെയ്തിരിക്കുന്നത് ഈശ്വർ മാൽപേയ്ക്ക് അംഗീകാരം നൽകുക, പുഴയിൽ ഇറങ്ങാനുള്ള അധികാരം നൽകുക, അത് പുഴയിൽ ഇറങ്ങി പരിശോധിക്കാനുള്ള തീരുമാനമുണ്ടാവുക. അതിനുശേഷം പുഴയിലേക്ക് ഇറങ്ങാവുന്ന സമയത്ത് ഡ്രഡ്ജർ കമ്പനി പറയാം, നിങ്ങൾ ഈ ഭാഗത്ത്, അതായത് പ്രധാനപ്പെട്ട ആ ഭാഗത്ത് തെരച്ചിൽ നടത്തരുതെന്നും താഴ്ഭാഗത്തേക്ക്, അതായത് ഇന്നലെ ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ആ സ്ഥലത്ത് മാത്രം തെരച്ചിൽ നടത്തിയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുക. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ SP-യുടെ ഭാഗത്തും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് മോശമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് താൻ ഹീറോ കളിക്കാൻ വന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, താൻ ഹീറോ ആവാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അർജുൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എപ്പോഴും ഉണ്ടാവും, വിളിച്ചാൽ ഏത് സമയത്തും താൻ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ശരിയായ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ജിതിൻ പറയുന്നത് അവിടെ ഈ ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള മുങ്ങിക്കൊള്ള പരിശോധനയ്ക്ക് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത് ജിതിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, ഈശ്വർ മാൽപേയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപേയുടെ മടക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ്. കാരണം കഴിഞ്ഞ 2 ദൗത്യത്തിലും, അതായത് ഈ 3ാമത്തെ ദൗത്യത്തിലും അദ്ദേഹം പ്രധാനപ്പെട്ട റോൾ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള മോശം അഭിപ്രായങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിതനാക്കി തിരിച്ചയക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്കും പറയാനുള്ളത്. ഷിരൂരിൽ ഇപ്പോൾ ഇനി തിരച്ചിൽ ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയല്ലേ അഭിലാഷ്? ഇപ്പോൾ വേലിയിറക്കത്തിന് കാത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും താൽക്കാലികമായി ഇപ്പോൾ തെരച്ചിൽ, അതായത് ഉച്ചഭക്ഷണത്തിന്റെ സമയത്താണ് ഈ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. ആദ്യ സമയങ്ങളിൽ രാവിലെയൊക്കെ ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് സമീപത്തുള്ള തെരച്ചിലൊക്കെ നടത്തുകയും ആ ഭാഗത്ത് നിന്ന് ഒരു ലോറിയുടെ എഞ്ചിൻ ഭാഗവും അതോടൊപ്പം തന്നെ മറ്റു ലോഹഭാഗങ്ങളൊക്കെ കണ്ടെടുക്കുകയും അതൊക്കെ പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്പോട്ട് 1, 2 എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് തെരച്ചിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ മേഖലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ സമയം, അതായത് വേലി ഇറക്ക സമയത്ത് മാത്രമേ സാധ്യമാവൂ എന്നുള്ളതാണ്. ഏതാണ്ട് 20 അടിയോളം താഴ്ച അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി, അതായത് പുഴയിലെ ജലനിരപ്പ് ഏതാണ്ട് 15 അടി താഴ്ചയിലേക്ക് വരുന്ന ഒരു സമയത്ത് മാത്രമേ അവിടെ തെരച്ചിൽ സാധ്യമാവൂ. അത് ഏതാണ്ട് 3 മണിയോടുകൂടി ആകും, 3-4 മണിയോടുകൂടി മാത്രമേ അവിടെ ഇത്തരത്തിൽ ജലവിധാനം താഴ്ന്നു കിട്ടുകയുള്ളൂ വേലിയിറക്ക സമയത്ത്. ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അവിടേക്ക് ഡ്രഡ്ജർ എത്തിച്ച് അവിടെ ഒരു പരിശോധന, അതായത് മണ്ണുമാന്തി ഹിറ്റാച്ചി ഉപയോഗിച്ചൊരു പരിശോധന നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഈ ട്രക്കിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ആ മേഖലയിലൊക്കെ തെരച്ചിൽ നടത്താൻ ഈ ആ ഉയരത്തിൽ തന്നെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ളത് കാര്യം വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളും അത്തരത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള ശ്രമം നടക്കുമെന്ന് ഇപ്പോൾ ലോറി ഉടമയോടെയും അതോടൊപ്പം തന്നെ ജിതിനോടൊക്കെ ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇന്ന് ആ മേഖലയിലേക്ക് ഒരു 3 മണിയോട് കൂടി അവിടെ എത്തി ആ തെരച്ചിൽ നടത്തും. ഏതാണ്ട് 6 മണി വരെയാണ് സമയമെങ്കിൽ പോലും ഇരുട്ട് വീഴുന്നവരെ തെരച്ചിൽ നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് ഈ ഡ്രഡ്ജർ കമ്പനിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 3-4 മണിക്കൂർ നേരം അവിടെ ഒരു തെരച്ചിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് കരുതേണ്ടത്.